എക്സാലോജി കേസ് ഉന്നയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. മുഖ്യമന്ത്രിക്കും മകൾക്കും കൈക്കൂലി നൽകിയെന്ന് CMRL ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അഴിമതി അന്വേഷിക്കുന്നത് തടയിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മോദി സർക്കാർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് പുറം ലോകം അറിയില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं। कोचिन मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। इस केस की जांच न हो, इसके लिए केरल पूरी ताकत लगा रही है। ഒപ്പം സ്വർണ്ണക്കടത്തും കരുവന്നൂരിനെ കുറിച്ചും ഇന്ന് ആദ്യ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടത് സർക്കാർ ഒന്നടങ്കം സ്വർണ്ണക്കടത്ത് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. 300-ലേറെ സഹകരണ ബാങ്കുകളിൽ 1 ലക്ഷം കോടി രൂപയാണുള്ളത്. CPM ദരിദ്രരുടെ ഈ പണം കൊള്ളയടിക്കുകയാണ്. CPM ഭരണത്തിലെ ബാങ്കുകളിൽ അഴിമതി നടക്കുന്നതായി ആരോപണമുണ്ടെന്നും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും കൂട്ടിച്ചേർത്തു. केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया। एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने स्मगलर्स को संरक्षण देने के आरोप लगते हैं। गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है। केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है। इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है। CPM के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में CPM के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു, നേട്ടങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞു. ഒപ്പം കരുവന്നൂരും എക്സാലോജി കേസും സ്വർണ്ണക്കടത്തും അടക്കം സർക്കാരിനെ, CPM-നെ, പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള സംസാരം കൂടിയായിരുന്നു തിരുവനന്തപുരത്തും ഇന്ന് നമ്മൾ കണ്ടത്. 2ാം വട്ടവും കണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു? പൂജ, തിരുവനന്തപുരത്ത് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി ഇതാദ്യമായി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജി കമ്പനിക്ക് CMRL കമ്പനി മാസപ്പടി നൽകിയെന്ന വിഷയം ഇത് പ്രചാരണ വിഷയമാക്കി. മാത്രമല്ല പ്രധാനമന്ത്രി ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഈ അഴിമതി തന്നെ, അതായത് CMRL മാസപ്പടി കേസ്, ഈ മാസപ്പടി കേസിൽ ഈ അഴിമതി അന്വേഷിക്കുന്നത് തടയിടാൻ സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. അതായത് ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഈ മാസപ്പടി കേസിൽ ഇത്തരത്തിൽ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്ന വിമർശനമാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ മാസപ്പടി കേസ് പ്രധാനമന്ത്രി പ്രചാരണ വേദിയിൽ ഉന്നയിക്കുന്നത് ഇതാദ്യമാണ്. അതേസമയം തന്നെ സ്വർണ്ണക്കടത്ത് കേസും പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തെ പ്രചാരണ വേദിയിൽ ഉന്നയിക്കുകയുണ്ടായി. അതായത് ഇടത് സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് സ്വർണ്ണക്കടത്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന മറ്റൊരു ഗുരുതര ആരോപണമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. പക്ഷേ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസ് മുൻപും, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തന്നെ പ്രധാനമന്ത്രി പ്രചാരണ വേളയിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല കേരളത്തിൽ ഈ അടുത്തിടെ നടത്തിയ രാഷ്ട്രീയ ഈ വേദികളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി ഇത് ഉന്നയിച്ചിട്ടുമുണ്ട്. അപ്പോൾ മാസപ്പടിയുമായി ബന്ധപ്പെട്ടാണ്
ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം പ്രധാനമന്ത്രി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ സഹകരണ ബാങ്കുകളിലെ CPM-ന്റെ ഇടപെടലുകൾ, ക്രമക്കേടുകൾ, ഇത്തരത്തിൽ അഴിമതി നടക്കുന്നു, പാവങ്ങളുടെ ദരിദ്രരുടെ കാശ് കൊള്ളയടിക്കുന്നു. ശരി പ്രശാന്ത്, ആ രീതിയിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് ഓരോ വേദിയിലും സംസാരിച്ചത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.